ഇന്ന് നമ്മൾ പോകുന്നത് സിംഗപ്പൂരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ്, പുലാവ ഉബിൻ. അപ്പോൾ നമ്മളൊരു സിംഗപ്പൂർ ടൈം 3 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ചങ്കി പോയിൻറ്റ് ഫെറി ടെർമിനൽ, അതാണ് ഈ ഒരു ലൊക്കേഷൻ. നമുക്ക് 2 ടെർമിനലുണ്ട്, ഒന്ന് ചങ്കി പോയിൻറ്റ് ഫെറി ടെർമിനലും ഒന്ന് ചങ്കി ഫെറി ടെർമിനലും. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു പുലാവ് ഉബിൻ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട്, ഫെറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ബോട്ടാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സോയിൽ ബ്രോയിനെയും ഫാമിലിനെയും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ അവരെത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊന്നുമില്ല. വൺസ് നമ്മൾ ബോട്ടിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് പൈസ കൊടുത്താൽ മതി. പെർ പേഴ്സൺ 1 വേ എന്ന് പറയുന്നത് $4. അപ്പോൾ 2 വേ നമുക്ക് ടോട്ടൽ $8 നമുക്ക് ഈ ബോട്ടിൻ്റെ ചാർജ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണി തൊട്ടാണ്. 7 മണി വരെയാണ് ഇതിൻ്റെ സർവീസ് ഉള്ളത്. നമുക്ക് സൈക്കിൾ നമുക്ക് ആക്ച്വലി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. അതിന് $2 എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 4 + 2 $6 കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് $4 കൊടുക്കേണ്ടത്. ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്തുള്ള സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സൈക്കിൾ വെക്കുന്നതിനുള്ള സ്പേസാണ്. അപ്പോൾ നമുക്കവിടെ പോയി നിൽക്കാം. നമ്മൾ നിൽക്കണ്ട എന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ്, വളരെ കെയർഫുള്ളായിട്ടാണ് നിൽക്കാൻ. അങ്ങനെ ഏകദേശം ഞങ്ങൾ പുലാവ് ഉബിനിലേക്ക് എത്തി. ഇതാണ് എൻട്രൻസ്. വെൽക്കം ടു പുലാവ് ഉബിൻ. ഏകദേശം 15 മിനിറ്റ് ട്രാവലിംഗ് ആണ് ബോട്ടിലുള്ളത്. നല്ലൊരു കൺട്രി സൈഡ് ഏരിയ ആണ്. നല്ല നമ്മുടെ നാട്ടിൽ, നമ്മൾ കേരളത്തിൽ പോകുന്ന പോലെയാണ്. നമുക്ക് ഇപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് വരുന്നത്. നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് സിംഗപ്പൂർ എന്നാണ് പറയുക ഈ ഒരു ഐലൻഡിനെ. അപ്പോൾ സിംഗപ്പൂരിൽ ഒരുപാട് ഐലൻഡുകളുണ്ട്. അതിലൊന്നാണ് ഈ പുലാവ് ഉബിൻ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും അവിടെ ആളുകളൊക്കെ ഫിഷിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് അവിടുന്ന് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് നടന്നു വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒരുപാട് നമുക്ക് ബൈസിക്കിൾ റെൻ്റൽ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈസിക്കിളാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം നമുക്ക് നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ബൈസിക്കിൾ റെൻ്റൽ ഷോപ്പ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സൈക്കിളുകൾ 3 പേർക്ക് ഇരിക്കുന്നതും ഒരാൾക്ക് സിംഗിളായിട്ട് ഓടിക്കാൻ പറ്റുന്നതും ലേഡീസ് സൈക്കിളും, അങ്ങനെ എല്ലാം നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള സൈക്കിളുകൾ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. അപ്പം ഇവരുടെ റെൻ്റൽ ചാർജ് എന്ന് പറയുന്നത് പെർ ഡേ ആണ്, മണിക്കൂറിനല്ല. അപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് 20-25 അങ്ങനെ. പഴയ സൈക്കിളാണെന്നുണ്ടെങ്കിൽ കുറവാണ്. സൈക്കിളൊക്കെ ആണെങ്കിൽ $20-25. അതേ ഉള്ള ഓപ്ഷൻ നമുക്ക് ട്രൈ ചെയ്യാം. അത് പക്ഷെ അത് കണ്ടിട്ട് എത്ര കണ്ടീഷനാണോ? ഞങ്ങൾ നോക്കുന്നത് ഈ 3 സീറ്റർ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത്ര കണ്ടീഷണർ വണ്ടിയല്ല, അത്ര കുറച്ച് പഴയ വണ്ടിയാണ്. അത്ര ട്രയൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര സെറ്റായി തോന്നി. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മൾ ലോബിലേക്ക് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ വലിയൊരു ആൽമരം,
നമ്മൾ നാട്ടിൽ പോകുന്നൊരു എക്സ്പീരിയൻസ് ആണ്, നാട്ടിലെ ചെറിയ ഗ്രാമങ്ങളിൽ കൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. സിംഗപ്പൂരിൽ നിൽക്കുന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ബട്ടർഫ്ലൈ ഫീൽ, അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ക്യാമ്പ് സൈറ്റ് ഉണ്ട്, രാവിലെ ആളുകൾ വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നവരുണ്ട്. പുലാവ് ബീനിൽ വില്ലേജേഴ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് സിംഗപ്പൂരിൻ്റെ നെറ്റ്വർക്ക് നമുക്കിവിടെ കിട്ടും. സെയിം റോമിംഗ് ഒന്നുമല്ല, സെയിം നമുക്ക് മൊബൈൽ ഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്. അതുപോലെ നമുക്ക് സൈക്കിൾ ഓട്ടിയിട്ട് നമുക്ക് ചുറ്റും കറങ്ങിയിട്ട് വരാം, പെട്ടെന്ന് കറങ്ങിയിട്ട് വരാൻ പറ്റും, മടുക്കത്തില്ല. അത് ക്യാമ്പ് സൈറ്റാണ്, നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരുപാട് പേര് ടെൻ്റ് അടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു മഴയൊക്കെ പെയ്തു. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സൈഡിൽ കയറി നിൽക്കുകയായിരുന്നു. സൈക്കിളിൽ പോയാലൊക്കെ എവിടെയെങ്കിലും കയറി നിൽപ്പുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ 1-2 കടകളിലൊക്കെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് പേ നൗ വെച്ച് പേ ചെയ്യാൻ പറ്റും. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. ക്യാഷ് അല്ലാതെ നമുക്ക് പേ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും ഞങ്ങൾ അത്യാവശ്യം സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേ ഇല്ല, അത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങളൊരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പുതിയ ഐലൻഡിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഫെറി പോയിന്റിലെത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് അവർ സ്റ്റെപ്പിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് അടുപ്പിക്കും. ആ സമയത്ത് നമുക്ക് ഇറങ്ങിയാൽ മതി, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല കയറുന്നതിന് ഇറങ്ങുന്നതിനായിട്ട്. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 6 മണി 6 മണിക്ക് എങ്ങാണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ 6 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 6:15 6:20 15 മിനിറ്റ് ഞങ്ങൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലെത്തി. അപ്പോൾ അതിന് തൊട്ടടുത്ത് നമുക്ക് ചാങ്കി വില്ലേജ് ഹൗക്കർ സെൻറ്റർ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബസ് ടെർമിനലുണ്ട്. ഇവിടെ നിന്ന് ബസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിയർ ബൈ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറിയാൽ മതി. അതുപോലെ തന്നെ ടാക്സി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.